വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തഞ്ചാവൂരിലോട്ടാണ്. നമ്മുടെ രാജരാജ ചോഴൻ വെച്ച് തഞ്ചാവൂർ പെരിയ കോവിലോട്ടാണ് നമ്മുടെ യാത്ര. ഞാനിപ്പോൾ തമ്പാനൂരിലോട്ടാണ് പോകുന്നത്. തമ്പാനൂരിൽ നിന്ന് ആലുവയിൽ നിന്ന് തഞ്ചാവൂർ. ഇതാണ് ട്രെയിൻ വരുന്നത്. 2 ട്രെയിൻ കയറേണ്ടി വരും. സോ ഇന്ന് രാത്രി ആലുവയിൽ എത്തിയതിനു ശേഷം 11 മണിക്ക്, രാത്രി 11 മണിക്കാണ് ആലുവയിൽ നിന്ന് തഞ്ചാവൂരോട് ട്രെയിൻ ഉള്ളത്. സോ അത് നാളെ രാവിലെ 9 മണിക്ക് എത്തും. സോ നാളെ 9 മണി മുതൽ നമുക്ക് വൈകിട്ട് 6:30 വരെ നമുക്ക് ഫുള്ള് കാണാൻ സമയമുണ്ട്. ഒരു ഒറ്റ ഡേ ട്രിപ്പാണ്. സോ ഒരു ഡേ കൊണ്ട് തഞ്ചാവൂർ എന്തൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാണിച്ചു തരാം. സോ ഐറ്റിനറി എന്ന് പറയുന്നത് തഞ്ചാവൂർ പെരിയ കോവിൽ, മ്യൂസിയം, ആർട്ട് ഗാലറി, പിന്നെ അവിടെ വീണ ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെ തഞ്ചാവൂർ ഡാൻസിങ് ഡോൾ വാങ്ങണം നമുക്ക്. അപ്പം അത് മേക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് 4 നമ്മുടെ ഇത് 5 നമ്മുടെ ഐറ്റിനറി എന്ന് പറയുന്നത്. സോ ഒരൊറ്റ ഡേ കൊണ്ട് നമുക്ക് ഈ തഞ്ചാവൂർ ഇത്രയും സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിനുശേഷം അന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ച് കയറുന്നു, അടുത്ത ദിവസം രാവിലെ എത്തുന്നു. സോ ഇങ്ങനെയായിരിക്കും ആ ഒരു ട്രാവലിംഗ് ജേർണി വരുന്നത്. സോ നമുക്ക് വൈകാതെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. സോ ഞാനിപ്പോൾ തമ്പാനൂരിൽ നിന്ന് ആലുവയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 4:55 ട്രെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഞാനിപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തു. തമ്പാനൂർ എത്തി ടിക്കറ്റ് എടുത്തു. 4:55 അരോണ എന്നൊരു എക്സ്പ്രസ് ഉണ്ട്. അതിലാണ് നമ്മൾ ആലുവ പോകുന്നത്. സോ ഇറ്റ്സ് ഒത്തിരി സമയമുണ്ട്. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ട്രെയിൻ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് എന്തായാലും പോവാം. നമ്മൾ ആലുവ എത്തിയിട്ടുണ്ട്. സോ ആലുവയിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്തേക്കുവാണ്. 11 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. സോ ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു. ഡിന്നറൊക്കെ കഴിച്ചു. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇരിക്കുവാണ്. നമുക്ക് എന്തായാലും നാളെ രാവിലെ എണീക്കുമ്പോൾ ഏകദേശമൊക്കെ എത്താറായ ദൂരത്തിലായിരിക്കും. സോ അത് വേറൊരു മൂഡ് തന്നെയാണല്ലേ. നമ്മളെ കണ്ണടച്ച് കിടക്കുമ്പോൾ ഒരു സ്ഥലവും കണ്ണ് തുറക്കുമ്പോൾ വേറൊരു സ്ഥലവും. എന്തായാലും നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം കേട്ടോ. ഞാനിപ്പോൾ ആലുവയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട്. തഞ്ചാവൂരേക്കുള്ള കരൈക്കാലി എക്സ്പ്രസ്. സോ നാളെ രാവിലെ 9-9:30 വാക്കിനൊക്കെ ആയിരിക്കും എത്തുന്നത്. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ബർത്തിൻ്റെ അടുത്ത് ഫുള്ള് ഗേൾസാണ്. സോ അത് കുറച്ച് കംഫർട്ടബിൾ ഫീലിംഗ് തരുന്നുണ്ട്. സോ ഇപ്പം സമയം 11:30 ആവാറായി. കുറേ നേരമായി എടുത്തിട്ട് ഞാനൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കുമായിരുന്നു. സോ സൈഡിൽ അപ്പർ ബർത്ത് എനിക്ക് കിട്ടിയത്. നമുക്ക് എന്തായാലും കിടന്നുറങ്ങി നാളെ രാവിലെ ഫ്രഷായിട്ട് എണീറ്റിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ഒരു വയത്തലൈ സംതിങ് എവിടെയോ എത്തി. സോ നമ്മളിങ്ങനെ അടുത്തായിട്ട് വരുന്നുണ്ട്. 9:30 ആകുമ്പോൾ നമ്മൾ റീച്ച് ആവും. ഓൾമോസ്റ്റ് 9:30 ആകുമ്പോൾ റീച്ച് ആവും. സോ തമിഴ്നാട് ബ്യൂട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ചെടികളും ഇവിടെ കൂടുതലും പനമരങ്ങളാണ്. നൊങ്ക് കിട്ടുന്ന പനമരങ്ങളില്ലേ, അതൊക്കെയാണ്. അപ്പോൾ അതും വയലും ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്. പക്ഷെ അധികം വെയിലൊന്നുമില്ല. ഒരു മഴയുടെ ഒക്കെ ഒരു ഇതായിട്ടാണ് നിൽക്കുന്നത്. സോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ തഞ്ചാവൂർ ജംഗ്ഷൻ എന്നൊരു സ്റ്റോപ്പുണ്ട്. സോ അവിടെ തന്നെ ഇറങ്ങി. സോ ഇവിടെ നിന്നെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇന്നലെ അങ്ങോട്ട് പോയി നോക്കാം. പെരിയ കോവിൽ വാക്കബിൾ ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. അതല്ലാതെ ബസ് സ്റ്റോപ്പ്, ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അവിടെ നിന്ന് അടുത്താണ് മ്യൂസിയം. ഞാനിപ്പോൾ ആദ്യം എന്തായാലും നമുക്കൊന്ന് ഫ്രഷ് ആയി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. Number 3. The inconvenience caused is regretted. സോ ഇത് ഞാൻ ഒത്തിരി എടുത്ത് കണ്ടിട്ട് ഞാൻ വന്നതാണ് കേട്ടോ.
ഈ ഒരു തഞ്ചാവൂർ ജംഗ്ഷൻ എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ടാണ് ഒരു സ്പേസ് ഉള്ളത്. നമുക്ക് ഇതിൽ പോയി നോക്കാം. ഒന്ന് രണ്ട് ബ്ലോഗ്സിൽ കണ്ടത് വെച്ചിട്ടാണ് ഞാൻ ഈ വരുന്നത്. അപ്പം എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ. ഓക്കെ, സോ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ ഒരു ക്ലോക്ക് റൂം ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടായിരുന്നതാണ്. സോ അവിടെ കയറി ഫ്രഷ് ആയി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും സമയം 10:15 നമുക്കൊന്ന് ടെമ്പിളിൽ പോയിട്ട് വരാൻ ടൈം ഉണ്ടല്ലോ. ഞാൻ കരുതി ലേറ്റ് ആവുകയാണെങ്കിൽ ഡയറക്റ്റ് മ്യൂസിയത്തിൽ എല്ലാം പോവാന്ന് കരുതി. പക്ഷെ 10:15 നമുക്കൊന്ന് ടെമ്പിളിൽ പോയിട്ട് എന്തൊക്കെയാ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് മ്യൂസിയത്തോട്ട് പോവാം. സോ അതാണ് ഞാൻ ഇപ്പൊ കറങ്ങി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് നോക്കാം. സോ റെയിൽവേ സ്റ്റേഷന് കറക്റ്റ് ഓപ്പോസിറ്റ് പുറത്തൊരു ബസ് സ്റ്റോപ്പ് പോലെയുണ്ട്. സോ ഇവിടെ ബസ്സും ഷെയർ ഓട്ടോസും ഒക്കെ കിട്ടും. ഓട്ടോയ്ക്ക് അവന്മാർ എന്തായാലും കുറഞ്ഞ 100 രൂപയെങ്കിലും വാങ്ങും കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ഓട്ടോസുകാർ വന്ന് ചോദിച്ചു. സോ ഓട്ടോയ്ക്ക് നിൽക്കാനാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഷെയർ ഓട്ടോയ്ക്ക് 10 രൂപ ഉള്ളൂ എന്നാണ് ഞാൻ സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സോ ഞാനിപ്പോൾ സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം. സോ ഇപ്പൊ ഷെയർ ഓട്ടോ എടുത്തത് കേട്ടോ. 10 രൂപയേ ഉള്ളൂ. ആ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ്. സോ വളരെ അടുത്ത് തന്നെയാണ്. ഞാൻ പിന്നെ രാവിലെ നടക്കുന്നതൊക്കെ എടുത്തതാണ്. നമുക്ക് അവിടെ കയറിയിട്ട് ഫുഡും കഴിച്ച് ബാക്കി കാണാം. സോ നമ്മളിപ്പോൾ എത്തി കേട്ടോ. അടുത്താണ്, പക്ഷെ നടക്കാൻ കുറച്ചുണ്ട്. ബട്ട് കുഴപ്പമില്ല, വണ്ടി എടുത്തതുകൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ ഒത്തിരി നടക്കേണ്ടി വന്നേനെ. അടുത്താണ്, നടക്കുവാണെങ്കിൽ കുറച്ച് ദൂരം നമുക്ക് ഫീൽ ചെയ്യും. സോ ഞാൻ നമ്മൾ കാത്തിരുന്ന രാജരാജ ചോഴൻ പണിയെ ആ അമ്പലത്തിലോട്ട് നമ്മൾ വന്നേക്കുവാണ്. വെളിന്ന് കാണാൻ എനിക്കത് എങ്ങനെ പറയണം എന്നറിയത്തില്ല. പഴയ ബിൽഡിങ്ങാണ്. അവർ വേറെ പുതുക്കു പണികളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത്ര മനോഹരമായിട്ട് ആ ഒരു പഴമ അവരങ്ങനെ നിലനിർത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പഴയ കൊട്ടാരങ്ങളൊക്കെ കാണുന്ന പോലെ കുറേ പണ്ടത്തെ ഒരു ടൈപ്പ് മതിലുണ്ടല്ലോ, കവാടം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ രണ്ട് ചുറ്റും. വളരെ എനിക്ക് ഇങ്ങനെ പറയാനുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. വലിയ വെയിലില്ല ഇന്ന്. എന്തോ ഒരു ലക്കി ഫാക്ടർ, അതൊന്നും വെയിലില്ല. നമുക്ക് അകത്തോട്ട് പോകാം. സോ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ക്ലോക്ക് റൂം കാണാം. സോ നമ്മുടെ ബാഗും ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ശരിക്കും ഈ വ്ളോഗേഴ്സ് ഓരോ വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് വരുവാണെങ്കിൽ വലിയ കൺഫ്യൂഷൻസ് ഇല്ലാതെ വി കൻ ഏബിൾ ടു ഫൈൻഡ് എവറിത്തിങ്. സോ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ കയറി നോക്കാം. ഇതാണ് ആ ഒരു സ്പേസ് വരുന്നത് കേട്ടോ. ഷൂസും കാര്യങ്ങളും നമുക്ക് ടോക്കൺ എടുത്ത് ഇതുപോലെ ബാഗിലാക്കി വെക്കാൻ കഴിയും. இது வெரி ஏன்ஷியன்ட். இது வந்து சங்க இலக்கியங்கள், சங்க காலத்துல உள்ள எழுத்துக்கள். இது நம்ம இலக்கியத்துல வர்ற எழுத்துக்களுடைய 5000 வருஷத்துக்கு முன்னாடி பழமையான தமிழுடைய எழுத்துக்கள். இதெல்லாம் பார்த்தீங்கன்னா பழைய லூ, அது இதுல ஓ தாலாம் இருக்குது. இது கூட லானா தானா இதெல்லாம் வந்து நல்ல சுத்தமான இலக்கியத்துல இருக்கிற ஒரு எழுத்துக்கள் இங்க பொறிக்கப்பட்டிருக்கு. வரி 5000 வருஷத்துக்கான பழமையான சங்க இலக்கியத்தினுடைய தமிழை இதை வந்து 1000 வருஷத்துக்கு மேல உள்ள இந்த மண்டபத்துல பொறிக்கப்படுது. இப்ப இருக்கிற தமிழ் வந்து கால எழுத்தெல்லாம் சேர்ந்து வருது. அந்த நாளுங்கள்ல மண்ணில் எழுதப்பட்ட எழுத்துக்கள் இதெல்லாம். இது இப்போ வராத ஒண்ணு. அந்த அளவுக்கு பழமையான ஒரு இது.
സോ ഇപ്പം ഞാൻ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കൂടെ കാണുന്ന ആ ബിൽഡിങ്ങിലെ ദർശനം ഇറങ്ങുന്നത് ഈ സൈഡിലുള്ള സ്ഥലത്താണ്. സോ അത് കഴിഞ്ഞ് പിന്നെ ഓരോയിടത്തും, അതായത് ചുറ്റിനും ഓരോരോ ദൈവങ്ങളുടെ പ്രതിഷ്ഠ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇങ്ങനെ മേളിൽ കയറി പോകുന്ന ചെറിയൊരു സ്പേസ്. എനിക്കൊന്നും ഗണപതിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സാധാരണ നമ്മൾ പോകുന്ന കോവിലുകളിൽ ഗണപതിക്ക് ഒരെണ്ണം അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് പക്ഷേ കുറേ പ്രതിഷ്ഠകളുണ്ട് ഒരു ദൈവത്തിന്. സോ ഇപ്പോൾ 2-3 സ്ഥലത്ത് ഞാൻ തൊഴുതിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഐ ഹാവ് റീച്ച് അനദർ പ്ലേസ്. സോ ഇതിനകത്ത് തന്നെ ഈ ഒരു പെരിയ കോവിൽ എന്ന് പറയുന്ന ഈ ഒരു മോണ്യുമെൻറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ കൊച്ചു കൊച്ചു പ്രതിഷ്ഠകളും ഉണ്ട്. സോ ഓടി നടന്ന് തൊഴാനുള്ള ഒരു ലോഡ് സംഭവങ്ങളുണ്ട്. സോ ഇതെനിക്ക് പൂജാരി ഇട്ടെന്ന് കേട്ടോ, നന്നായിരിക്കും പറയുന്നു പറഞ്ഞു. ഓക്കെ, സോ എന്തായാലും ഇതൊന്ന് കവർ ചെയ്യട്ടെ. നമുക്ക് ഫുഡ് കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. ഇനി അമ്പലം അടച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നതാണ്. സോ നമുക്ക് എന്തായാലും ബാക്കി തുടങ്ങാം. സോ ഇന്ന് വരാഹി പൂജ നടക്കുവാണ്. വരാഹി എന്ന് പറഞ്ഞിട്ട് ദൈവമുണ്ട്, ശിവൻ്റെ തന്നെ ഏതൊരു അവതാരം തന്നെ ആയിരിക്കണം. അപ്പോൾ അത് ചെയ്യുന്നത് കല്യാണം കഴിയാത്ത ആൾക്കാർക്ക് കല്യാണം ആവാനും, അതുപോലെ കടങ്ങളും മറ്റു ബാധ്യതകളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറാനുമാണ് ഈ ഒരു വരാഹി പൂജ ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാം ശ്രീ മഹാവരാഹി അമ്മൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. സോ അവർക്കാണ് ഇവരെല്ലാവരും പൂജ ചെയ്യുന്നത്. ഇന്ന് പഞ്ചമിയാണ്, അപ്പോൾ ഒരു വിശേഷ ദിവസമായാണ് അവർ ഈ ഒരു പൂജ ചെയ്തേക്കുന്നത്. സോ അതും കൂടെ ഇന്ന് വന്ന് അറിയാൻ കഴിഞ്ഞു. അതുപോലെ പിന്നെ അറിയാൻ കഴിയുന്ന കാര്യം, നന്ദിക്ക് സാധാരണ നമ്മൾ 1-2 വട്ടമല്ലേ കോവിലിൽ ചെയ്യാറുള്ളൂ. എന്തായിരുന്നു, നന്ദിയെ നമ്മൾ അഭിഷേകം ചെയ്യാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, റാൻഡംലി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് നമ്മുടെ നന്ദിയുടെ, നമ്മുടെ എൻട്രൻസ് എല്ലാം ഇങ്ങനെ നേരെ ചെയ്തേക്കുവാണ് അവർ. അങ്ങനെ ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്തു. ഇനി ഈ ഒരു സ്ഥലവും കൂടെയാണ് ബാക്കി. അപ്പം സെയിം എല്ലായിടത്തും ഒരുപോലെ തന്നെ, പക്ഷെ കുറച്ച് സംഭവങ്ങളൊക്കെ വ്യത്യാസം. അപ്പം ഞാൻ വന്ന വഴിക്ക് കണ്ട ഒരു സംഭവം, എന്താണെന്ന് അറിയത്തില്ല, കല്ല് കൊണ്ട് ചെയ്തിരിക്കുവാണ്. ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കാണാം. എന്തിനോ യൂസ് ചെയ്തിരുന്നതായിരിക്കണം, എന്താണെന്ന് അറിയത്തില്ല. പുറത്ത് വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് പാറയുടെയൊക്കെ ഒരു നടിക്കും നല്ല തണുപ്പുണ്ട്. സോ ഇവിടെ കോവിലിൻ്റെ റൈറ്റ് സൈഡായിട്ട് തന്നെ ഒരു ചെറിയൊരു ആർട്ട് ഗാലറി പോലെ അത്രയും വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്ങുകൾ നമുക്കിവിടെ കാണാം. ഒട്ടും വ്യക്തമല്ല, എല്ലാം ബ്ലർഡായിട്ട് ഇത്രയും വർഷത്തിൻ്റെ പഴക്കം നമുക്ക് ആ പെയിൻറ്റിങ്ങിൽ കാണാൻ കഴിയും. സോ രാജരാജ ചോഴൻ പെയിൻറ്റിങ്സ് എന്ന് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ചോള പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈവൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സും തീംസും എല്ലാം നാച്ചുറൽ സബ്സ്റ്റൻസസ് കൊണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ലൈക്ക് അപ്പം അതിൻ്റെ കുറേ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ഇവിടെ ഇതിൻ്റെ മാപ്പാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ആദ്യം കയറി വന്നതിൻ്റെ ആ ഒരു എൻട്രൻസും കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നന്ദി എന്ന സ്ഥലമാണ്. നമ്മൾ ഈ തൃക്കോണത്തിൻ്റെ ഇതുവഴി നമ്മൾ കയറി വന്നു. നന്ദി, മെയിൻ ബിഗ് ടെമ്പിൾ, അതിന് ചുറ്റുമുള്ള ഓരോ പ്രതിഷ്ഠകൾ, ഇതാണ് ഞാൻ പറയുന്നത് ചുറ്റും മുക്കി കാണാനുള്ളത്. അതുപോലെ ഈ സൈഡിൽ അതിൻ്റെ മറ്റ് പെയിൻറ്റിങ്സും കാര്യങ്ങളും കാണാം. നല്ല കൊത്തി വെച്ചിരിക്കാങ്ങല്ലേ. இருக்குல்ல. ஆனா இதுல 108 இருக்காண்ணா, அவ்வளோ இருக்கா? ஓ, எல்லாம் கல்லே பண்ணிருக்காங்களா? அதான் போட்டோவா? இல்ல, கல்லே தான் பண்ணிருக்காங்க. சரி சரி. நடராஜர் நடன புரியுது புரியுது. സോ ഇവർ ഡാൻസിൻ്റെ ഓരോ ഫോംസാണ് കാണിക്കുന്നത്. നടരാജൻ ശിവൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ അത് 108 ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് കല്ലിൽ തന്നെ കൊത്തുപണി ചെയ്ത് സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ ഒരിത് കാണിക്കുന്നുണ്ട്.
ഇവിടെ ഈ നന്ദിയുടെ ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഗർഭഗൃഹയും അർദ്ധമണ്ഡപയും ചേർന്ന ഒരു മെയിൻ ഷ്രൈനിന്റെ ഒരു ആക്സസിലാണ് വെച്ചിരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നന്ദി ചെയ്തിരിക്കുന്ന സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത് ഒരു ഒറ്റക്കൽ മണ്ഡപത്തിനകത്താണ്. അതുപോലെ ഇതിൻ്റെ വെയിറ്റും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കാണുന്ന ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒറിജിനൽ നന്ദി ചോള ടൈം പീരീഡിൽ മണ്ഡപത്തിൻ്റെ സതേൺ സൈഡിലായിരുന്നു. നമ്മൾ വരാഹിയെ കണ്ടില്ലേ പൂജ ചെയ്ത ആ സ്ഥലം അവിടെയായിരുന്നു. അവിടെ നമുക്ക് കാണാം, അവിടെ ഒരു നന്ദി ഇരിപ്പുണ്ട്. അധികം ആർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ബിക്കോസ് ആ നന്ദി ആ ബിൽഡിംഗ് ഒരേ കളർ ആയതുകൊണ്ട്. നേരത്തെ അവിടെ ആയിരുന്നു. അതിനുശേഷം ദ പ്രസന്റ് നന്ദി മണ്ഡപ വാസ് ബിൽറ്റ് നായക് പീരീഡ് സമയത്താണ് അവിടെ ഇരുന്ന നന്ദി. അതിനുശേഷം ഇവിടെ ഒരു നന്ദി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം 2 നായക കിങ് സ്കൾപ്ചേഴ്സ് ആൾസോ. അപ്പം ഈ ഒരു പില്ലേഴ്സ് വരുന്ന ഒരു ഭാഗം അവർ സെൻട്രൽ പൊസിഷൻ ആക്കി, ബാക്കി അങ്ങനെ അതിൻ്റെ പിറകെ നമ്മുടെ മെയിൻ ബിഗ് ടെമ്പിൾ വരുന്ന രീതിക്കുമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഈ മണ്ഡപത്തിൻ്റെ മേലിൽ കുറച്ച് ഫ്ലോറൽ ഡിസൈൻസ് കാണാം. അതൊക്കെ മാരത്ത പീരീഡ് എന്ന് പറയുന്ന സമയത്താണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ കളേർഡ് ആയിട്ടുള്ള ഈ ഒരു സീലിംഗ് വരുന്നത് മാരത്ത പീരീഡിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പുതിയ അറിവാണ്. ഞാൻ അധികം വീഡിയോസിന് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. സോ വരുന്നവർ ഇതൊന്ന് വായിക്കട്ടെ. എപ്പോഴും എല്ലാ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് യുനെസ്കോയുടെ കീഴിൽ വരുന്ന ഒരു അമ്പലമാണ്. അപ്പം അവർ എടുത്തു വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. നമ്മളെന്തായാലും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്കിനി അടുത്തത് മ്യൂസിയത്തിലോട്ട് പോവാം. നമ്മൾ ആ കോവിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്കും വാഷ്റൂമും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പം പിള്ളേർക്കൊക്കെ വൈകിട്ട് കോവിലൊക്കെ വരുന്നവർക്കാണെ കുട്ടികളെ നോക്കാനും. അയ്യോ, പട്ടികൾ അടിയാണല്ലോ. ഇങ്ങനെ നടന്ന് ഇവിടെ റൈറ്റ് ടെമ്പിളൊക്കെ കണ്ടു, കൊടുത്ത ലഗേജും ചെരുപ്പും ഒക്കെ തിരിച്ചെടുത്തു. ഇനി എന്തായാലും നമുക്ക് പാലസിലോട്ട് പോകും. പക്ഷേ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ 1 മണിക്ക് അടയ്ക്കുമെന്നാണ്. ചിലർ പറയുന്നത് 12 മണിക്ക് അടയ്ക്കുമെന്ന്. എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. സപ്പോസ് അടച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നടന്നെങ്കിലും ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. സോ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്.